ഈ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറയുന്നത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒരു കാടൻ രീതിയിലുള്ള ഒരു പ്രതിഷേധമല്ലേ അത്? നമ്മുടെ ഈ ആധുനികമായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും മറ്റും ചർച്ച ചെയ്യുന്ന കാലത്ത് ഉപയോഗിക്കേണ്ട ഒരു സമരമുറയാണോ അത്? അതോ ഞങ്ങള് പട്ടാളം വന്നാലും ഞങ്ങള് ഈ സമരം ചെയ്യും, പ്രതിഷേധം പ്രകടിപ്പിക്കും എന്നൊക്കെ അവർ പറയുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഈ ഗവർണറുമായിട്ടുള്ള ബന്ധം, കേന്ദ്രവുമായിട്ടുള്ള ബന്ധം ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഒന്നാണ്. അവരുടെ ഒരു ഉത്തരവാദിത്വം ആവശ്യമാണ്. അതിന് വിരുദ്ധമായിട്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പോകും. നിലമേലിൽ ഗവർണറെ തൊട്ട 12 സഹാക്കന്മാരായ SFIക്കാരുടെ കാര്യത്തിൽ CRPF തീരുമാനമെടുക്കും. ഇനി ഷോ കാണിക്കാൻ തൽക്കാലം SFI നട റോഡിലോട്ട് ചാടി ഇറങ്ങുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കണം. കേരള പോലീസ് അല്ല ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത്, അത് CRPF കേന്ദ്രസേനയാണ്. പഴയതുപോലെ കളിച്ചാൽ കളി ഏക്കില്ല, അവരങ്ങ് തൂത്തുവാരിക്കൊണ്ടു പോകും. പിന്നെ സംഭവിക്കുന്നത് എന്താണ് എന്ന് ഭഗവാന് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് ഞങ്ങളുടെ സഹാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന് കരുതി തിളപ്പ് കാണിച്ച് ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കാര്യങ്ങൾ കൃത്യമായി ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടർ അഭിലാഷിനോട് രാഷ്ട്രീയ നിരീക്ഷകനായ രാജേന്ദ്രൻ പറയുന്നുണ്ട്. SFI പിള്ളേർ ആ വഴിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ 1 മിനിറ്റ് ഒന്നിരുന്ന് കേട്ടിട്ട് പോകും. കാരണം ഇനി ഷോ കാണിക്കാൻ ഇറങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്. പിന്നീട് അറിഞ്ഞില്ല, പറഞ്ഞില്ല, കേട്ടില്ല എന്നൊന്നും ആരും പറഞ്ഞു കിടന്ന് നിലവിളിച്ച് കരയരുത്. ശ്രീ രാജേന്ദ്രൻ, ഈ കഴിഞ്ഞ ശനിയാഴ്ച കേരളത്തിലെ SFIയിലെ കുറച്ച് കുട്ടി സഖാക്കൾ ഗവർണറിനെതിരെ സമരം നടത്തി. ഗവർണർ അതിനെതിരെ ശിവൻകുട്ടി മന്ത്രി പറയുന്ന ഷോ കാണിക്കുകയും ഈ SFI വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷെ ഇന്ന് 72 മണിക്കൂറായപ്പോൾ ഈ SFI വിദ്യാർത്ഥികൾ ജാമ്യത്തിന് പുറത്തിറങ്ങി. പക്ഷെ FIRൽ 124 ആയിട്ടിരിക്കുന്നത് ജാമ്യം കിട്ടാത്ത വകുപ്പ്. ഇതേ കേസിൽ അകത്ത് പോയ കോൺഗ്രസിലെ നേതാക്കൾ, യൂത്ത് കോൺഗ്രസിലും KS വിദ്യാർത്ഥി സംഘടന നേതാക്കൾ ഒരുപാട് ആഴ്ചയോളം ജയിലിൽ കിടന്നു. ജാമ്യത്തിന് വേണ്ടി കുറെ നാൾ കോടതി വരാന്ത കയറിയിരുന്നു. എന്താണ് ഇവിടെ കോടതിയിൽ സംഭവിക്കുന്നത്? 2 നിയമമാണോ 2 പാർട്ടിക്കാർക്ക്? അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ 124 എന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വകുപ്പ് തന്നെയാണ്. അത് ശരിക്കും NIAയുടെ അന്വേഷണത്തിന് വരെ പോകാവുന്ന ഒരു വകുപ്പാണ് ഇട്ടിരിക്കുന്നത്. അത്രയും വലിയ വകുപ്പ് ഇട്ടിരിക്കുന്നതെങ്കിലും അതിപ്പോ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്, ഗവൺമെന്റ് നേരിട്ടല്ല. എങ്കിലും അവിടെ നടന്ന വാദങ്ങളും ഒക്കെ അതിനെ സ്വാധീനിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ കൊടുത്തിട്ടുള്ള പോലീസ് കൊടുത്തിട്ടുള്ള അവരുടെ ഒരു FIR ഉണ്ടാവുമല്ലോ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ഗവർണർ കണ്ടതാണെങ്കിൽ കൂടി. എന്തായാലും ഇതിനകത്ത് മൊത്തത്തിലൊരു ലാഘവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മണിക്കൂറുകൾക്കകം കേന്ദ്ര പോലീസ് സേനയുടെ പ്രൊട്ടക്ഷൻ വാങ്ങിച്ചു. അപ്പൊ അത്രയും വിലയുണ്ട് ഭരണഘടനാ പ്രകാരം ആ ഒരു മാന്യ സ്ഥാനത്തിന്, ഗവർണർ സ്ഥാനത്തിന്. ഇപ്പൊ പറയുന്നുണ്ട് ഭരണഘടനാ ഭേദഗതി ചെയ്ത് ഗവർണറെ ഒഴിവാക്കണം എന്നൊക്കെ CPIയുടെ മന്ത്രിസഭയിലെ പ്രതിനിധിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യണം. ഈ ചന്ദ്രശേഖരൻ CPIയുടെ പ്രതിനിധി, മന്ത്രിസഭയിലെ അല്ല, ഈ നിയമസഭയിലെ പ്രതിനിധി പറയുന്നുണ്ടായി. പക്ഷെ അതൊക്കെ വരണം, ഇത് പല കാലത്തും ചർച്ച ചെയ്തതാണ്. അപ്പോൾ വേണ്ട, അങ്ങനെ ഒഴിവാക്കേണ്ട ഒരു പോസ്റ്റ് അല്ലാന്ന് കണ്ടതുകൊണ്ടാണല്ലോ ഇതിനേക്കാൾ മിടുക്കരും പരിചയസമ്പന്നരുമായിട്ടുള്ള രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും ഒക്കെ ആ പോസ്റ്റ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പൊ ഈ പോസ്റ്റിന് എപ്പോഴാണ് അത് ചർച്ച ചെയ്തതെന്ന് അറിയാമോ? ചർച്ച ചെയ്തത് 8-9 സംസ്ഥാന മന്ത്രിസഭകളെ ഒരുമിച്ച് കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചുവിട്ടത്, രാഷ്ട്രീയത്തിന്റെ പേര് പിരിച്ചുവിട്ടപ്പോഴാണ്. ഈ അല്ലാതെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലല്ല, സുരക്ഷ അപകടത്തിലായ സമയങ്ങളിലല്ല. അതുപോലെ BJP ഗവൺമെന്റ് വന്നതിന് ശേഷം, ഈ 2 തവണ വന്നതിന് ശേഷവും ഒരു സംസ്ഥാന ഗവൺമെന്റിനെ പോലും ഇങ്ങനെ പിരിച്ചുവിട്ട്, ഇന്ദിരാഗാന്ധി ചെയ്ത പോലെ 376 വകുപ്പ് അനുസരിച്ച് EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ട പോലെ പിരിച്ചുവിട്ടില്ല. നോക്കണം. അദ്ദേഹം അവിടെ കൊട്ടാരക്കരയിലെ ഒരു ആശ്രമത്തിലെ പരിപാടിക്ക് വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിന് സഞ്ചാര സ്വാതന്ത്ര്യമില്ല. അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം പോകുന്നിടത്തെല്ലാം നിയന്ത്രിക്കാനും തടയാനും ഈ SFIക്കാർക്ക് ആരാ അവകാശം കൊടുത്തിരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം, പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കാം, പത്രപ്രസ്താവനകൾ കൊടുക്കാം, അല്ലെങ്കിൽ രാജ്ഭവന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ, കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴിയിൽ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ടുള്ള ഈ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറയുന്നത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒരു കാടൻ രീതിയിലുള്ള ഒരു പ്രതിഷേധമല്ലേ അത്? നമ്മുടെ ഈ ആധുനികമായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും മറ്റും ചർച്ച ചെയ്യുന്ന കാലത്ത് ഉപയോഗിക്കേണ്ട ഒരു സമരമുറയാണോ അത്? അതോ ഞങ്ങള് പട്ടാളം വന്നാലും ഞങ്ങള്
ഈ സമരം ചെയ്യും, പ്രതിഷേധം പ്രകടിപ്പിക്കും എന്നൊക്കെ അവർ പറയുന്നു. പട്ടാളം വന്നാൽ നിങ്ങളുടെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് മുഖ്യമന്ത്രിയെ വഴിയിൽ തടയുകയോ സമരം ചെയ്യുകയോ കരിങ്കൊടി കാണിച്ചാൽ 1 മാസം ജയിലിലും, ഗവർണറെ കരിങ്കൊടി കാണിച്ചാൽ വെറും 72 മണിക്കൂറാണോ ജയിലില്? അതാണ്, ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഗവർണർ എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ് കേരളത്തിൽ. ഞാൻ ഇപ്പം പോലീസിനെ കുറ്റം പറയുന്നതിൽ പോലീസ് വളരെ എഫിഷ്യന്റ് ആണ്. പോലീസിന് പക്ഷെ പലതരത്തിലുള്ള സമ്മർദ്ദമുണ്ട്. യജമാനന്മാർ പറയുന്നത് അവർ കേട്ടേ പറ്റൂ. പോലീസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു മർദ്ദന ഉപകരണമാണെന്ന് പറഞ്ഞത് ഈ പിണറായി വിജയൻ തന്നെ. അദ്ദേഹം അത് അനുഭവിച്ചിട്ടുള്ളതാണ്. പോലീസ് മർദ്ദനം അനുഭവിച്ചിട്ടുള്ള ആളുമാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പൊ ഈ പോലീസിനെ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുകയും കേസിനെ ദുർബലപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഗവർണറെ ഒന്ന് കൊച്ചാക്കുന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പൊ NIA കാര്യത്തിൽ ഒരു NIA അല്ല, CRPFന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ അവര് ഗവർണർക്കുള്ള പ്രൊട്ടക്ഷൻ അവർ നൽകും. ഗേറ്റ് വഴി കടന്നു പോകുന്ന ആളുകൾക്കുള്ള പരിശോധനയൊക്കെ സ്റ്റേറ്റ് പോലീസ് നടത്തുമെന്നൊരു ധാരണയിൽ ഇപ്പൊ അതിലൊരു അവർ തമ്മിലൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ആശയക്കുഴപ്പമെന്ന് പറഞ്ഞതൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന ഈ ഒരു പ്രവണത നല്ല രീതിയിൽ ഉള്ള ഒരു പോക്കാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഈ ഗവർണറുമായിട്ടുള്ള ബന്ധം, കേന്ദ്രവുമായിട്ടുള്ള ബന്ധം ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഒന്നാണ്. അവരുടെ ഒരു ഉത്തരവാദിത്വം ആവശ്യമാണ്. അതിന് വിരുദ്ധമായിട്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ കേന്ദ്രത്തിനെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുന്നു. സ്വയം ധൂർത്തടിച്ച് ഇപ്പം അതാണിപ്പോ നിയമസഭയിൽ നടന്ന ചർച്ച. ധൂർത്തടിച്ച് കേരളത്തെ കടക്കണിയിലാക്കി, കേരളത്തിലെ ഓരോ പൗരനെയും കടക്കണിയിൽ കേന്ദ്രം തരണം എന്ന് പറഞ്ഞു. അവർ പറയുന്നത് കഴിഞ്ഞ 2 വർഷമായിട്ട് നടക്കുന്ന, എന്തുകൊണ്ട് ഓരോ വർഷവും വരുമ്പോൾ ഇത് പറയുന്നില്ല? അങ്ങനെ കേന്ദ്രവുമായിട്ടൊരു ഏറ്റുമുട്ടലിന് പോയാൽ നഷ്ടമുണ്ടാകുക സംസ്ഥാന സർക്കാരിന് മാത്രമായിരിക്കും. സുപ്രീം കോടതിയിൽ കേസുണ്ട്, നമുക്കറിയാം അതിന്റെ അന്തിമ ഫലം എന്തായിരിക്കുമെന്ന്. എല്ലാം വിത്തെടുത്ത് കുത്തി നശിപ്പിച്ചതിന് ശേഷം കേന്ദ്രത്തോടും അതുപോലെ തന്നെ ഗവർണറെ ഒരു തരം തങ്ങളുടെ കീഴിലുള്ളവർ തങ്ങളുടെ പിന്നീട് അക്രീതദാസനായി കണക്കാക്കിക്കൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടോണം, അങ്ങനെ ഒപ്പിട്ടോണം എന്നുള്ള ഒരു ഭീഷണി സ്വരത്തിൽ ഗവർണറോടും പെരുമാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കാണാൻ കഴിയും. അത് ഗവൺമെന്റ് അതിൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഗവൺമെന്റും ഗവർണറും തമ്മിലുള്ളത്. SFIക്ക് ഇതിൽ എന്താ കാര്യം? അവർ ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കേണ്ട സംഘടനയാണ്. വഴിയിൽ വന്നിരുന്ന സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ ഇവരാരാ? കേരളത്തിലെ റോഡുകൾ അവരുടെ കുത്തകയാണോ? പണ്ടൊക്കെ ഈ ഐത്തം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ ചില ആൾക്കാരെ ഞങ്ങൾ ഇതിലൂടെ നടത്തത്തില്ല എന്നൊക്കെ അവിടെ വൈക്കം ക്ഷേത്രത്തിന്റെ ഉടമസ്ഥരുമൊക്കെ പറഞ്ഞിരുന്നത് പോലെ ഇപ്പോ ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാൻ ഇവരെ ആരാ? ഒരു ഇന്ത്യൻ പൗരന്, ഇന്ത്യയുടെ നീതി ന്യായ വ്യവസ്ഥ അനുസരിച്ചുള്ള ഒരു പദത്തിലിരിക്കുന്ന പൗരന്, പ്രത്യേകിച്ചും നമ്മുടെ ഈ സഞ്ചാര വീതികളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? പിന്നെ ഇല്ലെങ്കിൽ എന്തിനാ അതിന് ഉറപ്പുവരുത്താത്ത ഒരു ഭരണകൂടം എന്തിനാ നിലവിലിരിക്കുന്നത്? സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പോലും പ്രാഥമികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം പോലും അനുവദിക്കാത്ത ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഗവർണർക്ക് പോലും വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് വഴിയിൽ നടന്ന് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല, അവർക്ക് സുരക്ഷയില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഗവർണർക്കും സുരക്ഷയില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വരുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന് അത്ര ഭൂഷണമായിട്ടുള്ള കാര്യമാണോ എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ഇത് അവശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം. അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്താൻ അത് ഫോൺ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം ചെന്നേനെ. എന്നിട്ട് വലിയൊരു നാടകം കാണിച്ചുകൊണ്ട് വെളുപ്പാൻ കാലത്ത് എന്ന് അദ്ദേഹം എന്താ ക്രിമിനൽ കുറ്റവാളി വല്ലതുമാണോ? ഏതെങ്കിലും രാഷ്ട്രീയ പ്രതിയോഗിയെ കൊന്നിട്ടുണ്ടോ? അങ്ങനൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ളവർ ഇപ്പോ ഉണ്ടല്ലോ, രാഷ്ട്രീയത്തിലെ ഉന്നതന്മാരായിട്ടുണ്ടല്ലോ. ആ ചെറുപ്പക്കാരനെ വീട്ടിൽ അമ്മയുടെ മുമ്പിൽ വെച്ച് ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷത്തില് ഏതോ രാജ്യദ്രോഹിയോ മറ്റോ ആണെന്നുള്ള മട്ടില് വളഞ്ഞിട്ട് പോലീസ് പിടിച്ചുകൊണ്ടു പോവുക. എന്തൊരു ക്രൂരത! അദ്ദേഹത്തെ എത്ര ദിവസം കഴിഞ്ഞാൽ പിന്നെ വിട്ടത്? അദ്ദേഹം നിയമ പോരാട്ടം അങ്ങേയറ്റം ശക്തമായി നടത്തിയത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ റിമാൻഡിൽ കിടന്നതുകൊണ്ടല്ല. കാര്യം കൂടി തന്നിട്ട് ചോദിക്കാൻ, അതായത് ഈ ശനിയാഴ്ചയാണ് SFIയുടെ സദാർത്ഥന്മാരെ അറസ്റ്റ് ചെയ്യുന്നത്. ഞായറാഴ്ച കോടതി അവധി, തിങ്കളാഴ്ചയും ഇന്ന് ചൊവ്വാഴ്ച. ഇപ്പൊ ഞായറാഴ്ച കോടതി അവധി അല്ലായിരുന്നെങ്കിൽ ഇതിന് മുമ്പേ ഒരു ജാമ്യത്തിൽ പുറത്തിറങ്ങുമായിരുന്നു. പിന്നെ അത് ഈ ജാമ്യത്തിൽ പുറത്തിറങ്ങി. അപ്പൊ അവര് നോക്കുമ്പോ SFIയിലെ ആർഷ ഉൾപ്പെടെ ആലോചിക്കാം. ഗവർണറെ കരിഞ്ഞോടി കാണിച്ചു, 124 FIR ഇരുന്നു, ജാമ്യമില്ല വകുപ്പ്. പക്ഷെ നമ്മൾ 3 ദിവസം പുറത്തിറങ്ങി. പിന്നെ കൂടുതൽ ശക്തമായി ഇവര് സമരം മുന്നോട്ട് വരെയല്ലേ ചെയ്യുള്ളൂ. ആ കേന്ദ്രസേന വന്നാൽ ഇനി നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ജാമ്യം കിട്ടും.
എന്നൊരു വിശ്വാസമായില്ലേ SFI ചേർത്ത്? അതെ, ടേക്കിംഗ് തിങ്സ് ഫോർ ഗ്രാൻഡഡ് എന്ന് ഇംഗ്ലീഷിലൊരു പ്രയോഗം. കാര്യങ്ങൾ തെറ്റായിട്ട് ഈ കുട്ടി വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നതിന്റെ ഒരു ഫലമാണിത്. എന്ന് പറഞ്ഞാൽ SFI ആണ് കേരളം എന്നൊരു ധാരണ അവർ പറയും. ഈ ദേവകാന്ത് ബറുവ പണ്ട് ഇന്ദിരാഗാന്ധിയെ പറ്റി പറഞ്ഞതുപോലെ ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര എന്ന് അദ്ദേഹം പറഞ്ഞു. ആ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിലാണ് പൊട്ടി പാളീസായത്. റായ്ബറേലിയിലും ഒക്കെ ഇന്ദിരാഗാന്ധി തോറ്റ് കോൺഗ്രസിന് നാണം കെട്ട പരാജയം ഉണ്ടായി. അതുപോലെ ഈ അഹങ്കാരം കൂടി കഴിഞ്ഞാൽ അതുപോലുള്ള തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ കൊടുക്കും. അവരൊന്നും ഞങ്ങൾ എല്ലാ കാലത്തും CPM-നും അതിന്റെ ഘടകകക്ഷികൾക്കും വോട്ട് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, വ്യവസ്ഥ വെച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെയുള്ള ഈ അഹങ്കാരം കൂടി വരുമ്പോൾ റോഡുകളിൽ കൂടി ഗവർണർക്ക് പോലും സഞ്ചരിക്കാനാവാത്ത ഒരു ഘട്ടം വരുമ്പോൾ ജനങ്ങൾ തീർച്ചയായിട്ടും അവരുടെ വിരലുകൾ കൊണ്ട് പ്രതികരിക്കും. അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തന്നെ ആയിരിക്കും. അത് ഓർത്തു വെക്കുന്നത് CPM-ന് നല്ലതായിരിക്കും. SFIയെ നിയന്ത്രിച്ചു നിർത്തുന്നതും അവർക്ക് നല്ലതായിരിക്കും. കാരണം SFIക്കാർ വിചാരിച്ചിരിക്കുന്നത് തങ്ങളാണ് കേരളം. കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ ശരിയാണ് അവര് ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കുന്നുണ്ട്. അവർ തെരഞ്ഞെടുപ്പിൽ, പരീക്ഷയുടെ കാര്യത്തിലല്ല. പരീക്ഷയിൽ അവർ റാങ്ക് നേടുന്നുണ്ട്, പരീക്ഷ എഴുതാതെ ചിലപ്പോൾ ജയിക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ട്, ശരി, അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷെ അത് ഈ നമ്മുടെ ഈ പൊതു തെരുവുകളിൽ നടത്താം എന്നവർ വിചാരിക്കരുത്. അത് കേരളത്തിലെ പൊതു വീഥികൾ എല്ലാവരുടെയും കൂടിയാണ്, SFIയുടെ മാത്രമല്ല. നിങ്ങൾ പാളയത്ത് യൂണിവേഴ്സിറ്റി കോളേജും മറ്റു കുളമാക്കി അവിടെ മയമാക്കി അതിന്റെ അരികിൽ പോലും ചില സമയങ്ങളിൽ ആളുകൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലെത്തി അക്രമാസക്തമാക്കി വണ്ടികൾ തിരിച്ചുവിട്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അവിടെ ഗതികേടിലാക്കിയിട്ടുണ്ട് ഒരു പരിധി വരെ. അങ്ങനെയാണല്ലോ പിന്നെ അത് യൂണിവേഴ്സിറ്റി കാര്യവട്ടത്തേക്ക് മാറ്റിയത്. അതൊക്കെ ഇരിക്കട്ടെ, ഈ നിലമേലും അങ്ങനെയുള്ള കേരളത്തിലുടനീളമുള്ള സ്റ്റേറ്റ് സെൻട്രൽ ഹൈവേകളും ഇങ്ങനെ നിങ്ങളുടെ അക്രമാസക്തമായിട്ടുള്ള സമരമാർഗങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രതികരിക്കും ജനങ്ങൾക്ക് അതിൽ വിദ്വേഷം ഉണ്ടാവാനിടയുണ്ട്. അതുപോലെ തന്നെ CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്ന ആ മുന്നണിയിലെ ഒരു ഘടകകക്ഷി മാത്രമാണ്. തങ്ങളാണ് കേരളം എന്നൊരു ധാരണ വേണ്ട. അത് തങ്ങൾ ഇനി അടുത്ത തവണ ഭരണത്തിൽ വരും എന്ന് 100% ഉറപ്പിച്ച് വിശ്വസിക്കുകയും വേണ്ട. നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് കണ്ടുള്ളതായിരിക്കും ഈ വരുന്ന നിശബ്ദ മഹാഭൂരിപക്ഷം ഉണ്ട്. അവരാണ് നിങ്ങളുടെ ഭൂരിപക്ഷം തീരുമാനിക്കുന്നത്, അല്ല പാർട്ടി മെമ്പർമാരും അല്ല, കേഡർമാരും അല്ല. അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ ഒരു അഹങ്കാരത്തിന്റെ സമീപം, ഈ പറഞ്ഞ പോലെ വ്യക്തിശുദ്ധി വേണം. അതുപോലെ തന്നെ ഈ കാര്യത്തിലൊക്കെ ഒരു ജനങ്ങളോടുള്ള ഒരു സുജന മര്യാദ എന്നൊക്കെ പറയുമല്ലോ, ആ കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ കേരളം കാണാൻ ആഗ്രഹിക്കുന്നത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരാട്ടങ്ങളല്ല. ചാനലുകൾക്ക് അത് പക്ഷേ വളരെ ഒരു എന്താ പറയുക, ഫോഡർ ആയിരിക്കും, അവർക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിരിക്കും. പക്ഷെ ജനങ്ങൾക്ക് അങ്ങനെയല്ല, സമാധാനപരമായിട്ട് പുരോഗതിയിലേക്ക്, വികസനത്തിലേക്ക്. അതാണല്ലോ മുഖ്യമന്ത്രിയും പറയുന്നത്, കേരളത്തിന്റെ വികസനം. അതിനുവേണ്ടിയാണല്ലോ അദ്ദേഹം പല പദ്ധതികളും ആവിഷ്കരിക്കുന്നത്. അതാണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ജനങ്ങൾ നിങ്ങളെ വിജയിപ്പിക്കും. പക്ഷേ ഗവർണറുമായിട്ടും അതുപോലെ തന്നെ കേന്ദ്രവുമായിട്ടും സമരസപ്പെട്ടുകൊണ്ട് പോവുക, അല്ല സമരം നടത്തുകയും ഭരണം നടത്തുകയും എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ നടക്കുന്ന കാര്യങ്ങളല്ല. ഒന്നുകിൽ നിങ്ങൾ രാജിവെച്ചിട്ട് സമരം ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഭരണത്തിലിരിക്കുകയാണെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനമാണ്, നിങ്ങളെ തെരഞ്ഞെടുത്തതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റാണ് കേന്ദ്രവും ഭരിക്കുന്നത്. അതുകൊണ്ട് ആ ജനാധിപത്യത്തിലുള്ള വിശ്വാസം വേണം. ആ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റാണ് ഗവർണറെ കേരളത്തിലോട്ട് അയച്ചിരിക്കുന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ SFI നേതാക്കന്മാർക്ക് ഇനി പേടിക്കേണ്ട ഒരു സംഭവമുണ്ട്, കേന്ദ്രസേനയുടെ അടി. അടി മാത്രമല്ല, വെടിയും ഉണ്ടാവും. തോക്കുമായിട്ട് അവരവർ നിൽക്കുന്നത് അവരതിന് സർവ്വസജ്ജമാണ്. ജയിലിലിറങ്ങിയ നേതാക്കന്മാരുടെ സന്തോഷം ഉടനെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പ്രകോപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അവർക്ക് വെടിവെക്ക സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ അവർക്ക് ഷൂട്ട് ചെയ്യാനുള്ള അധികാരങ്ങളോടുകൂടി തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. കേരള DGPയുടെ അനുമതിയൊന്നും അതിന് ആവശ്യവുമില്ല. അത് അല്ലാതെ അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കേന്ദ്ര CRPF-നോട് അതിന് ഉത്തരം പറയേണ്ടി വരും. അതിനൊക്കെ നിയമങ്ങളൊക്കെ, അന്വേഷണമൊക്കെ. പിന്നെ ഗവർണർ സുരക്ഷ ഫസ്റ്റ്. അതിൽ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കേരളത്തിലെ വിദ്യാർത്ഥികളെ അറിയില്ല, ആളുകളെ അറിയത്തില്ല. അപ്പൊ പരിചയത്തിന്റെ പേരിൽ പോലും യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാവുകയില്ല, പരിചയം തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് അവരുടെ ആ രീതി ഒരു അർദ്ധ സൈനിക വിഭാഗമാണല്ലോ. അപ്പൊ ആ രീതിയിലുള്ളതായിരിക്കും അവരുടെ നടപടി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അമാനുഷികമായ പരിഗണന പോലും അവിടെ ഉണ്ടാവുകയില്ല. സുരക്ഷയ്ക്ക് ഭീഷണി വന്നു കഴിഞ്ഞാൽ അവിടെ അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. ആ പ്രതികരണം ഈ SFIക്കാർക്ക് അത്ര നല്ല ഒരു അനുഭവമായിരിക്കില്ല. പറയാറുണ്ട്, ഇഞ്ചിഞ്ചായി മരിക്കുമ്പോഴും
അമ്മയെ എന്ന് വിളിക്കാതെ ദാഹജലത്തിന് കേഴാതെ ഞങ്ങൾക്കായി മരിച്ചവരെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനൊക്കെ വീരസ്യം ആ മുദ്രാവാക്യത്തിന്റെ ഒക്കെ കാലഹരണപ്പെട്ട മുദ്രാവാക്യം. അപ്പോൾ ചുവരില്ല, അച്യുതാനന്ദൻ പറഞ്ഞതാണ് ഇപ്പോഴത്തെ കാലത്തെ മുദ്രാവാക്യം. ചുവരില്ലെങ്കിൽ എഴുതാൻ പറ്റുകയില്ല മക്കളെ. അതുകൊണ്ട് ചുവരുണ്ടാവട്ടെ, ആ ചുവരുകൾ ഇല്ലാതാക്കാതിരിക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. നന്ദി ശ്രീ രാജേന്ദ്രൻ, ഒരുപാട്.